ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 101-ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കുന്നത് പുതിയ നിയമസഭയും ശുശ്രൂഷകന്മാരും ശുശ്രൂഷയും. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 8-ാമത്തെ വാക്യം. പ്രവചന വരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അതും നിന്നുപോകും. 1-ാം നൂറ്റാണ്ടോടുകൂടെ ഇതെല്ലാം നിന്നുപോയി, നീങ്ങിപ്പോയി എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്. 1-ാം നൂറ്റാണ്ട് നിന്നുപോയി എന്ന് വാക്യമുണ്ടോ? നിങ്ങളോട് ആര് പറഞ്ഞു നീങ്ങിപ്പോയി എന്ന്? നീങ്ങിപ്പോയെങ്കിൽ 3 കാര്യം നീങ്ങിപ്പോയിട്ടുണ്ട്. ഒരെണ്ണം മാത്രമല്ല, അത് 3 എണ്ണവും. ഒന്നാമത്തേത് പ്രവചനം, 2 ഭാഷാവരം, 3 ജ്ഞാനം. അങ്ങനെയെങ്കിൽ ജ്ഞാനവും മാറിക്കാണുമല്ലോ. മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് ചന്ദ്രനിൽ വരെ എത്തിക്കഴിഞ്ഞു. എത്ര ആയിരം കണ്ടുപിടുത്തമാണ് മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ കൂട്ടർ പ്രസ്താവിക്കുന്ന അവരുടെ പേര് ഞാൻ പറയാൻ താല്പര്യമില്ല. അവര് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തുടങ്ങിയതാണ്. ഇനി അവരൊരു അടിസ്ഥാന ഉപദേശമാണോ നല്ല കാര്യം? അതൊരു ബഹുക്കേമം തന്നെയാണ്. ഒരുവൻ രക്ഷിക്കപ്പെട്ടു, അവൻ സ്നാനപ്പെട്ടു, അവൻ അവരുടെ ആരാധനാലയത്തിലോ അങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. കുറെ നാള് കഴിഞ്ഞ് അവൻ മദ്യപാനിയായി, അവൻ പിന്മാറ്റക്കാരനായിട്ട് അങ്ങ് പോയി. പക്ഷേ ഇവര് പറയുന്നത്, ഞാനൊരു ശവടക്കിന് ചെന്നപ്പോഴാണ് ഇങ്ങനെ വളരെ പിന്മാറിപ്പോയ ഒരു മനുഷ്യനെ പറ്റി പറയുന്നത്. അദ്ദേഹം ആരാധനയിൽ വരുന്നില്ല എങ്കിലും ദൈവം കൊടുത്തത് രക്ഷദാനമായതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകുകയില്ലെന്ന്. എന്തു മണ്ടത്തരമാണ് പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഈ പ്രസ്ഥാനം പാപം ചെയ്യുന്നതിനുള്ള ലൈസൻസ് കൊടുക്കുകയല്ലേ. ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കുക. പുറപ്പാട് പുസ്തകം 32-ാമത് 33-ാമത്തെ വാക്യം. എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും. ദൈവത്തിന് സ്പെഷ്യൽ പുസ്തകം ഉണ്ടെന്ന്. ഇനി വെളിപ്പാട് പുസ്തകം 3-5. അവർ യോഗ്യന്മാരായാൽ ആകയാൽ വെള്ള ധരിച്ച് എന്നോടുകൂടെ നടക്കും, അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ച് കളയുക ഇല്ല. അന്യഭാഷ ഇല്ലെന്നും പ്രവചനമില്ലെന്നും കൃപാവരങ്ങളില്ലെന്നും വാദിക്കുന്ന ഈ കൂട്ടരോട് എനിക്ക് ഒരു ദൈവത്തിന്റെ ആലോചന പറയാനായിട്ടുണ്ട്. 1 കൊരിന്ത്യർ 12, 13, 14.
ഈ അധ്യായങ്ങള് ഒരു 2, 3, 4 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിയാൽ ഇത് ഉണ്ടെന്ന് പറയും. ഇവർക്ക് നല്ലതുപോലെ അറിയാം അന്യഭാഷയുണ്ടെന്നും കൃപാവരങ്ങളുണ്ടെന്നും ഇതെല്ലാം നന്നായിട്ട് ഇവർക്കറിയാം. പിന്നെ പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത്, പണ്ടൊരു 1-2 നേതാക്കന്മാരെ ഇത് പറഞ്ഞത് ഇനിയും ഇത് തിരിച്ചു പറഞ്ഞാൽ ഒരു നാണക്കേടുണ്ടാകുന്നു മനസ്സിലാക്കി അവരെ ഇതില്ല എന്ന് പറയുകയാണ്. ബൈബിൾ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മ സ്നാനം, അന്യഭാഷ, കൃപാവരങ്ങൾ ആരാധനയിൽ വെളിപ്പെടണം, ആഗ്രഹിക്കണം. ഇതിനെ നിരാകരിക്കുന്നവർ, ഇത് അംഗീകരിക്കാത്ത ഏത് പ്രസ്ഥാനമായിരുന്നാലും ദൈവസഭയല്ല എന്ന് ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അന്യഭാഷ എന്തിനു വേണ്ടി? ദൈവത്തോടെ സംസാരിക്കുവാൻ, ആത്മീയമായ വളർച്ച ഉണ്ടാകുവാൻ. ആരാധനയുടെ ഒരു പ്രധാന ഭാഗമാണ് അന്യഭാഷയിൽ ആത്മാവിൽ ആരാധിക്കുക. അങ്ങനെ ആരാധിക്കുന്ന സഭ ദൈവത്തിന്റെ സഭയാണ്. പുതിയ നിയമത്തിലെ ധാരാളം തെളിവുകൾ ഉണ്ട്, അതെന്റെ പക്കലുണ്ട്. പക്ഷെ ഞാന് അതിപ്പോൾ പ്രസ്താവിച്ചാൽ എൻ്റെ ഈ സമയത്തിനകത്ത് അത് തീർക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നീടുള്ള ക്ലാസ്സുകളിൽ അന്യഭാഷ എന്താണെന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നും അതിൻ്റെ പ്രയോജനം എന്താണെന്നും ബൈബിളിലൂടെ, എൻ്റെ യുക്തിയിലൂടെയല്ല, വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പിന്നീട് അത് അക്കമിട്ട് തെളിയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എനിക്ക് അവസാനമായി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ദൈവസഭ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവസഭയെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കണം. നമ്മുടെ സഭായോഗങ്ങളിലെ അന്യഭാഷയിൽ ആരാധിക്കത്തക്കവണ്ണം സമയത്തെ വേർതിരിക്കണം. ഞാന് ഒരു 45 വർഷങ്ങൾക്ക് മുമ്പെയാണ് രക്ഷയിലേക്ക് കടന്നു വന്നത്, ഒരു 48 വർഷത്തിന് മുമ്പേ. അന്ന് ധാരാളം സമയം അന്യഭാഷയിൽ ആരാധിക്കുന്ന സഭയായിരുന്നു, ആത്മാവിൽ നൃത്തം ചെയ്യുന്ന സഭയായിരുന്നു. നമ്മളെ ആരാധനയിൽ അന്യഭാഷ പറയുവാൻ തക്കവണ്ണം അതിനുള്ള സമയം കണ്ടെത്തിയേ പറ്റൂ. ആവശ്യമില്ലാത്ത പലതും സഭയ്ക്കകത്തുനിന്നും മാറ്റിയിട്ട് ആത്മാവിലുള്ള ആരാധനയ്ക്ക് സമയത്തെ വേർതിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം എൻ്റെ ക്ലാസ് ഇവിടെ വിരാമം കൊള്ളുന്നു. ഞാൻ പറയുന്ന 3 കാര്യമാണ്. 1, ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. 2, സഭയ്ക്ക് ഒരാത്മീയ ഉണർവ്. 3, ഏറ്റവും പ്രധാനമായ കാര്യം, ഭാരതം ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. പ്രാർത്ഥിക്കുക, നിങ്ങൾ അതിൽ അംഗമാകൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.